ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് ലെവലുള്ള വാഹനം ഉണ്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ബഡ്ജറ്റ് ലെവൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ സാധാരണ ഇതിൽ 1,00,000 താഴെയുള്ള നമ്മൾ ബഡ്ജറ്റ് ലെവലിൽ നിന്നാണ് മെയിനായിട്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബഡ്ജറ്റ് ലെവലിൽ കിട്ടിയേക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി, ഒരു സൗണ്ട് പോലും ഇല്ല ആണോ, നല്ല ചില്ലിങ് AC ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ വാഹനം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെഡാൻ ടൈപ്പ് വാഹനമാണ്. സെഡാൻ വാഹനമൊക്കെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാൻ പറഞ്ഞാൽ കുറച്ച് പാടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ആദ്യം തന്നെ ഡീറ്റെയിലേക്ക് പോയേക്കാം. ഞാൻ ജസ്റ്റ് ഡോറിന് ക്ലോസ് ചെയ്തു, സൗണ്ട് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം 2006 വാഹനമാണ്. 2027 വരെ വാലിഡ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള 26 വരെ വാലിഡ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. നല്ല കലകം വാഹനമാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തേർഡ് ഓണറാണ് വന്നേക്കണേ. അതുകൂടാതെ തന്നെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 1,00,000 കിലോമീറ്ററാണ് ഈ വാഹനത്തിൽ നിലവിൽ കാണിക്കുന്നത്. പെട്രോൾ ഓപ്ഷൻ എന്നൊക്കെ വാഹനമാണ്. 1.3 എഞ്ചിനാണ് വന്നേക്കുന്നത്. ടാക്സ് 2026 വരെ ടാക്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ വാലിഡിറ്റിയും 2026 തന്നെ നിൽക്കുന്നുണ്ട്. 1300 ഇതിൻ്റെ CC വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻട്രോയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ വാഹനം ഫുള്ള് കണ്ടുവരാം. പിന്നെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ വിശദമായിട്ട് കാണിക്കുന്നത്. അതിന് ശേഷം നമുക്ക് റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫോർഡിൻ്റെ ഐക്കൺ. ഇപ്പോൾ ഫോർഡ് വാഹനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫോർഡ് ഐക്കണൊക്കെ ആ ഒരു ഇറങ്ങിയ ടൈമിൽ 2000 ആ ഒരു കാലഘട്ടത്തിലാണ് ഫോർഡൊക്കെ ഇങ്ങനെ തിളങ്ങി നിന്ന ടൈം. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഫോർഡ് ഒരുപാട് ആൾക്കാരിലേക്ക് ഇറങ്ങി ചെന്ന ഒരു സെഡാൻ വാഹനം കൂടിയായിരുന്നു. നല്ല പവറും അതേപോലെ തന്നെ മൈലേജ് കാര്യമായിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല പവറും അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഒരു പ്രസ്റ്റീജിയസ് വാഹനമൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന വാഹനം തന്നെയാണ് ഈ ഒരു ഫോർഡിൻ്റെ ഐക്കൺ. ഫോർഡ് ഐക്കൺ അതേപോലെ തന്നെ ഹോണ്ട സിറ്റി, ഇതൊക്കെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ക്ലാസ്സിൽ നിന്നിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലാസ്സിൽ പെടുന്ന വാഹനമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കണ്ടോ, ഫസ്റ്റ് തന്നെ നമുക്ക് ഈ വാഹനം ഒന്ന് ടോപ്പ് വ്യൂ നോക്കാം. അതിനുശേഷം ഓരോരോ പാർട്സിലേക്ക് ഒന്ന് പോയേക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ താഴേക്ക് വരാം, വീലാർസിലേക്ക് ഒന്ന് പോയേക്കാം. വീലാർസ് നോക്കാം. കണ്ടോ, ഇതിപ്പോൾ കുറച്ച് മോഡൽ കുറഞ്ഞ വാഹനമായാലും ഒരു ക്വാളിറ്റിയിൽ ഒരു സംശയവും കാര്യങ്ങളൊന്നും വേണ്ട. ബോഡി ക്വാളിറ്റിയൊക്കെ പക്ക തന്നെയാണ്. അതേപോലെ ബോണറ്റ് നോക്കാം. ബോണറ്റ് ആയാലും ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല, നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഹെഡ് ലാമ്പ്സിലേക്ക് പോകാം. ഹെഡ് ലാമ്പ്സും ഇവിടെ ഓക്കെയാണ്, നീറ്റായിട്ട് ഹെഡ് ലാമ്പ്സ് നമുക്കിവിടെ കാണാം. പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഹെഡ് ലാമ്പ്സ് നോക്കാം. ഇവിടെയും ക്വാളിറ്റി തന്നിരിക്കുന്ന ഹെഡ് ലാമ്പ്സ് നമുക്കിവിടെ കാണാം. ബമ്പേഴ്സ് നോക്കാം. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വീലാർച്ച് നോക്കാം. നല്ല നീറ്റായിട്ട് വീലാർച്ച്, ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീലാർച്ചുമ്പോൾ ചെറിയൊരു ഡെൻറ്റും കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ 2 ഡോർസ് നോക്കിയേക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടുണ്ടെങ്കിൽ 2 ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിയർ ഭാഗത്തേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. വീലാർച്ച് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എയർ കണ്ടീഷനൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡിലേക്ക് വരാം. വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡും ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. അങ്ങനെ ഡീഫോഗറോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. ഐക്കണിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഫ്ലെയറിൻ്റെ ബാഡ്ജിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും ഇവിടെ നീറ്റായിട്ട് ഇങ്ങനെ ബമ്പേഴ്സ് നമുക്ക് കാണാം. കണ്ടോ, ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. ഈ 2 ഡോറ് നോക്കിയേക്കാം. 2 ഡോറ് ഇവിടെ നീറ്റായിട്ട് ഇങ്ങനെ ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, 2 ഡോറും ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കിവിടെ ഡോർ പാഡ്സൊക്കെ കാണാം. ചെറിയ രീതിയിൽ ഐക്കൺ കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് ഒരു നീറ്റായിട്ടിരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് നമുക്ക് ഇവിടെ കാണാം. സീറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. ഡാഷ്ബോർഡ് നീറ്റായിട്ടിരിക്കുന്നു. മിഡിൽ നമുക്ക് AC വെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ നമുക്കിൻ്റെ കിലോമീറ്ററൊക്കെ നോക്കിയാൽ 1,00,000+ കിലോമീറ്റേഴ്സ് വാഹനം നിലവിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്ലാറ്റ്ഫോമും കാര്യങ്ങൾ നോക്കിയേക്കാം. പ്ലാറ്റ്ഫോമിൽ നോക്കുമ്പോൾ ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഡോർ പാഡ്സും ഇവിടെ നീറ്റായിട്ടിരിക്കും. ഡോർ പാഡ്സ് നമുക്ക് കാണാം. സീറ്റ്സ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ റിയൽ വാ സീറ്റ് നോക്കാം. ഈ സീറ്റും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റൂഫായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കാണാം. കേട്ടോ, ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഞാൻ ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർസ് ഇവിടെ വളരെ നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ പവർ വിൻഡോസിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ കാണാം. ഇൻറ്റീരിയേഴ്സ് നോക്കാം. സീറ്റ് കവേഴ്സൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഡെൻറ്റോ പാച്ചൊന്നും കിട്ടുന്നില്ല. കണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന ഇൻറ്റീരിയേഴ്സ്.
ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗത്തിലേക്ക് നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോർഡ് ഐക്കണിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. കാരണം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടും നീറ്റായിട്ട്, നീറ്റ് നമുക്ക് പറയാനില്ല, ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും ഇയർ കുറഞ്ഞ ആണെങ്കിലും ആ ഒരു പ്രശ്നങ്ങൾ, കാര്യമായിട്ട് പ്രശ്നങ്ങൾ നമുക്കിവിടെ കാണാനില്ല. അതേപോലെ എഡ്ജസ് നോക്കാം. എഡ്ജസൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഫ്രണ്ട് ഭാഗം, അതേപോലെ ലെഫ്റ്റ് സൈഡിലെ ആ ഒരു ആപ്രോൺ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. വീഡിയോ ഒന്ന് പോസ് ചെയ്യണമെങ്കിൽ നമുക്ക് വിശദമായിട്ട് നോക്കാൻ പറ്റും. ലിഡും കൂടി നോക്കിയേക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാം കേട്ടോ. ഓക്കെ, ബാറ്ററിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് പയ്യെ ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് നപ്പിയട്ടെ. ഇവിടെ നമുക്ക് കീ ഒന്നിടാം. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഇത്രയും മോഡൽ കുറഞ്ഞ വാഹനമാണെങ്കിലും ബൂട്ടൊക്കെ വളരെ നീറ്റായിട്ടിരിക്കുന്നു. അഴുക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് വെച്ചാൽ ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു നമ്മൾ മാരുതി 800 കാണാറ് പോലെ കീറി പറഞ്ഞൊന്നും ഇരിക്കാറില്ല. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ലിഡും കൂടി നോക്കിയേക്കാം. ലിഡും വളരെ നീറ്റായിട്ടിരിക്കുന്നു കണ്ടോ. ലോവർ പോർഷൻ നോക്കാം. നമുക്ക് സ്പെയർ വീലൂടെ നോക്കിയേക്കാം. സ്പെയർ വീലിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയേക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പ്ലാറ്റ്ഫോം ഒന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ സ്പെയർ വീല്. ഗ്രിപ്പ് കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്ക് റേറ്റ് സംസാരിക്കാം. എല്ലാവരും ഈ ഒരു ഫോർഡ് ഐക്കൺ 1.3 2006 മോഡൽ വന്നേക്കാൻ 2026 ഒരു വാലിഡ് പേപ്പറും കാര്യങ്ങളൊക്കെയുള്ള ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. എൻ്റെ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. എന്നെ വിളിക്കുകയാണെങ്കിൽ എൻ്റെ രീതിയിലുള്ള നെഗോസിയേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 85,000 റുപ്പീസാണ് ആസ്കിംഗ് പ്രൈസ്. അത് നെഗോഷ്യബിൾ ആയിരിക്കും. ചെറിയ രീതിയിലേക്ക് നെഗോസിയേഷൻ നടക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ലൈനപ്പിൽ ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ഫേസ്ബുക്കിൽ കാണാൻ സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ പേജിൽ ഫോളോ ചെയ്യാൻ അത് കാണാം.